കിടിലം പടം. അത് സിനിമ മാറ്റിവിട്ടിട്ട് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താൽ മതി. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കിടിലം പടം. ഹാർഡ് വർക്കിൽ നിന്നും കാട്ടി ഏറ്റവും നല്ലത് സ്മാർട്ട് വർക്ക്. അതാണ് ഈ ഒരു സിനിമയിൽ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് സിനിമ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാവർക്കും കണക്ട് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ഭയങ്കര വർക്കായി. ഹേ മൂവി ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ട്രിവാൻഡ്രം ഫൈൻസ്. നമ്മളിന്ന് വന്നേക്കുന്നത് നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ മോളിവുഡ് ടൈംസിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. മൂവി ഓവറോൾ ഒരു ആവറേജേ ഉള്ളൂ. നമുക്ക് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല. കാരണം സ്റ്റോറി അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോർമൽ പീപ്പിൾസിന് അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. ബട്ട് നെസ്ലിൻ ചേട്ടൻ്റെ അഭിനയവും ക്യാമറ സ്കിൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ മൂവി കുറച്ചും കൂടി നല്ല ബെറ്റർ ആയതിനെന്ന് തോന്നി. എൻ്റെ പേഴ്സണൽ ചോയ്സാണിത്. നല്ല മൂവിയാണ്, കണ്ടിരിക്കാൻ തോന്നും. വർക്കായിട്ടുണ്ട്. മാത്രമല്ല ചിലവരെയൊക്കെ കുത്തി പറയുന്നതായിട്ടൊക്കെ നമുക്ക് അതിനകത്ത് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് അതുപോലെയൊക്കെ തന്നെയാണ് ഇതും വന്നേക്കുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നതും. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു ഫീൽഡിലും എത്തിപ്പെടാനും സ്ട്രഗിൾ നടക്കുന്നുണ്ട്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സംഭവം പടത്തിലോട്ട് ഭയങ്കരമായിട്ട് വരുന്നില്ല. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഹാഫ് ഒരു കിടിലൻ ലെവലിൽ എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ഒക്കെയാണ് ഫീൽ വരുന്നത്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാ സിനിമയിലും പറയുന്നതെന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്തുള്ള കഷ്ടപ്പാടാണ്. അത് സിനിമ എന്നല്ല, നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ആ വിധിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്. ഇപ്പോൾ മുകുന്ദൻ ഉണ്ണിയും ഈ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ രണ്ട് കഥാപാത്രങ്ങൾ, മുകുന്ദൻ ഉണ്ണി ആയാലും ഇതിൽ നസ്രീനെ അവതരിപ്പിച്ച കഥാപാത്രമായാലും വിനീത് മാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രമായാലും അഭിനയ സുന്ദർ അത് പോർട്രേ ചെയ്തിരിക്കുന്ന രീതി കിടുവാണ്. കിടിലൻ ക്വാളിറ്റി മൂവി. ജെക്സ് ബിജോയുടെ BGM, ക്യാമറ വർക്ക്. ഞാൻ പറഞ്ഞില്ല, നോർമൽ ഓഡിയൻസിനെ കണക്ട് ആവാൻ കുറച്ചൊരു പാട് പോലെ തോന്നും. നെസ്ലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഗോപിക രമേശൻ എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പടത്തിലൊരു ഹൈ, അതായത് ആ ഡയറക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും മുകുന്ദൻ ഉണ്ണി അസോസിയേഷൻ കിട്ടുന്ന ഒരു ഹൈ വേണമല്ലോ, അതേ പാറ്റേണിൽ കൊണ്ടുവന്നെങ്കിൽ ആ ഒരു ഫീലൊന്നും വരുന്നില്ല. ഒരു ആവറേജ്, ഒരു വൺ ടൈം വാച്ചബിൾ പടമാണ്. അത് സിനിമ മാറ്റിവിട്ടിട്ട് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താൽ മതി. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കിടിലം പടം. മിസ്സിങ് സംഭവിച്ചത് സെക്കൻഡ് ഹാഫിലെ ലാഗ് തന്നെയാണ് മെയിൻ മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ ഒരു ഹൊറർ ഫിലിം ഡയറക്ടറായിട്ട് മാറുന്നൊരു സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും കണക്ട് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ഭയങ്കര വർക്കായി. ഓയോ തിമിർത്തിട്ടുണ്ട്. കണ്ട് ആസ്വദിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ഫിലിം ഫെറ്റേണിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ചുകൂടെ താല്പര്യമുള്ളവർ കുറച്ചുകൂടെ കണക്റ്റ് ആവും. അത് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ബാക്കി എനിക്കില്ല. ഇടയ്ക്ക് ചെറുതായിട്ട്, അല്ലാണ്ടില്ല. നൈസ് പടമായിരുന്നു. ഇല്ല, ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. അടിപൊളി ഫൺ വാച്ച്. ആക്ടിങ്ങിനൊന്നും ഒരു കുറവുമില്ല. കാരണം എന്താ പറയുക, ഡേ ബൈ ഡേ മച്ച് ബെറ്ററാണ്. കാരണം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നസ്ലിൻ തന്നെ ചെറിയൊരു പൂരം ചത്ത മീശയും വെച്ചുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു വെടിപ്പുറയൊക്കെ തരുന്നുണ്ട്, തൃശ്ശൂപൂരം പോലെ. പക്ഷേ സെക്കൻഡ് ഹാഫ് നമ്മൾ ആ പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ അത്രത്തോളം വന്നിട്ടില്ല. ബട്ട് നമുക്ക് വൺ ടൈം വാച്ചബിളാണ്. കുഴപ്പമില്ല, കാണാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ പൊളിറ്റിക്സൊക്കെ നമുക്ക് പക്കയായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനാണ് ഇതൊരു തീം. ജോണറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രിഡിക്റ്റബിൾ അല്ല. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഉദയനാണ്, താരമാണ്. ഡെഫിനറ്റ്ലി. പക്ഷേ ഒരിക്കലും അതിൻ്റെ 7 അയൽപ്പക്കത്ത് ഇതിനെടുത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു അഭിനേതാവ് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഇതിഹാസമാണ്. അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ പോലും നമുക്ക് കുറേ ഇഷ്ടമാണ്. കാരണം അത് ഇന്നിപ്പോൾ ഇത്തവണ ഇട്ടേക്കാളും നമുക്ക് അതിനകത്തൊരു വലിയ തീമുണ്ട്, വലിയൊരു മെസ്സേജുണ്ട്. പക്ഷേ സിനിമയ്ക്കുള്ളിൽ സിനിമയാണെങ്കിൽ പോലും ഇതിനകത്തൊരു പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ ഒരു മെസ്സേജ് മാത്രമേ ഇതിനകത്ത് വൈറ്റായിട്ട് എടുത്ത് പറയാനുള്ളൂ. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ ഒരു ആവറേജ് ഫിലിം. ദാറ്റ്സ് ഓൾ. കിടിലം പടം. ഇല്ലില്ല, ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തോന്നുന്നില്ല. ലാഗില്ല. പെട്ടെന്ന് സമയം പോകാറുന്നില്ല. നല്ല പടമാണ്. ഓ കിടിലാണ്. കുഴപ്പമില്ല. ഒരു പാട്ട് എനിക്ക് അത്ര കിടിലായിട്ട് തോന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. നൈസ് പടം. പിന്നെ നസ്ലിൻ പുതിയൊരു ഇതിനായിട്ട് പോയാണ്. നല്ലതായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആവറേജ് അനുഭവം. മുകുന്ദൻ ഉണ്ണിയുടെ 7 വരുന്നില്ല.